ഇന്ന് നമുക്ക് കുടുംബസ്ഥൻ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, രണ്ട് മതത്തിലുള്ളവർ രജിസ്റ്റർ വിവാഹം കഴിച്ചു. വീട്ടുകാരുടെ ശാപവാക്കുകൾ കേട്ട് നന്നായി ജീവിക്കണമെന്നും ജീവിച്ച് കാണിക്കണമെന്നും അവർ തീരുമാനിച്ചു. പക്ഷേ നടന്നത് മറ്റൊന്നായിരുന്നു. അതെന്തെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ നായകനായ നവീൻ തന്റെ കാമുകിയായ വെണ്ണിലെ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. രണ്ടുപേരും രണ്ട് മതത്തിലുള്ളതായതിനാൽ രണ്ട് വീട്ടുകാരും അവരുടെ പ്രണയത്തെ ഇതുവരെയും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്യുകയാണ്. വിവരമറിഞ്ഞ് രണ്ട് വീട്ടുകാരും രജിസ്റ്റർ ഓഫീസിലെത്തി അവരെ പ്രാഗിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. അതോടെ നവീനെയും വെണ്ണിലെയും ഉപേക്ഷിച്ച മട്ടാണ്. ഇവരുടെയൊക്കെ മുന്നിൽ നന്നായി ജീവിച്ചു കാണിക്കണമെന്ന വാശിയാണ് നവീന്. അത് കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പോൾ രണ്ടാളുമുള്ളത് നവീന്റെ വീട്ടിലാണ്. നവീനിന്റെ അച്ഛനും അമ്മയും അവരെ അക്സെപ്റ്റ് ചെയ്തു. നവീന് കുഴപ്പമില്ലാത്തൊരു ജോലിയുണ്ട്. പ്രിന്റിംഗ് പ്രസ്സിലാണ് ജോലി ചെയ്യുന്നതും. നവീനൊരു സഹോദരിയുണ്ട്. സഹോദരിയുടെ ഭർത്താവാണ് രാജേന്ദ്രൻ. രാജേന്ദ്രൻ ഒരു എഞ്ചിനീയറാണ്. നല്ല കാശുണ്ട്. അതിന്റെ അഹങ്കാരവും പുള്ളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യ വീട്ടുകാരെ അത്ര ഇഷ്ടമേ അല്ല. കാശില്ലാത്തത് കൊണ്ടാണ് അവരെ ഇഷ്ടമല്ലാത്തതും. മാത്രമല്ല നവീനും രാജേന്ദ്രനും ചേർന്ന് പോകത്തുമില്ല. സഹോദരിയുടെ കുഞ്ഞിന്റെ കാതുകുത്ത് ഫോൺ വിളിച്ചാണ് പറഞ്ഞതും. നവീൻ അത് ദേഷ്യമായി. കാരണം സ്വന്തം വീട്ടിൽ വന്ന് പറയാതെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. എന്തായാലും നമ്മൾ കാര്യമായി വല്ലതും ചെയ്തു കൊടുക്കണമെന്ന് അച്ഛനും അമ്മയും പറയുമ്പോഴും ഫോൺ വിളിച്ച് പറഞ്ഞതിന്റെ ദേഷ്യമാണ് നവീന്. അങ്ങനെ കാതുകുത്ത് ദിവസം എത്തി. നവീൻ കുടുംബത്തോടൊപ്പം ചടങ്ങിന് പങ്കെടുക്കുവാനായും എത്തി. സാധാരണ ജീവിതം നയിക്കുന്ന നവീൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കുഞ്ഞിന് കമ്മലും മാലയും വളയും ഒക്കെ അണിയിച്ചു. അത് എങ്ങനെയാണ് വാങ്ങിയതെന്ന് ആരോടും പറഞ്ഞിട്ടുമില്ല. രാജേന്ദ്രന് വലിയ വിലയൊന്നുമില്ലെങ്കിലും സഹോദരിക്ക് അത് ഒരുപാട് സന്തോഷമായി. രാജേന്ദ്രൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നവീൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. എടാ, എല്ലാവരുടെയും മുന്നിൽ നീ എന്നെ നാണം കെടുത്തുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇല്ല, എനിക്ക് ഒരുപാട് സന്തോഷമായടാ എന്നും ചേച്ചി പറയുന്നു. എന്നാൽ അച്ഛനും അമ്മയും ഞെട്ടി. നീ എങ്ങനെ ഇതൊക്കെ വാങ്ങിയെന്നായിരുന്നു അവർ ചോദിക്കുന്നതും. അവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. നവീനാണ് കുടുംബം നോക്കുന്നത് പോലും. രാജേന്ദ്രൻ അവർക്ക് വലിയ മൈൻഡൊന്നും കൊടുക്കാത്തതിനാൽ നവീൻ അവിടെ നിന്നും ആഹാരം പോലും കഴിച്ചില്ല. വീട്ടിലെത്തി വെണ്ണിലയോട് ചോദിക്കും, അവർ നമ്മളെ വീട്ടിൽ വന്ന് പോലും വിളിച്ചില്ല, എന്നിട്ട് നീ അവിടെ നിന്ന് ആഹാരം കഴിച്ചതെന്തിന് എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് വെണ്ണില ഒരു സത്യം പറയുന്നത്. ഞാൻ കഴിക്കാതിരുന്നാൽ ഓക്കെ, പക്ഷേ നിന്റെ കുഞ്ഞ് കഴിക്കാതിരുന്നാൽ ഓക്കെ ആണോ എന്ന് ചോദിക്കും. അപ്പോഴാണ് അവൾ പ്രഗ്നന്റ് ആണെന്ന കാര്യം എല്ലാവരും അറിയുന്നതും. നവീന് ഒരുപാട് സന്തോഷമായി. ഇനി മുതൽ നമുക്ക് കുറച്ച് ഉത്തരവാദിത്തം കൂടുകയാണെന്നും നവീൻ പറയും. പക്ഷേ വെണ്ണിലയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ. ഇപ്പോഴുള്ള ജീവിത ചിലവ് വെച്ച് കുഞ്ഞും കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുമെന്ന ടെൻഷനാണ് അവൾക്ക്. എന്നാൽ നവീൻ പറയുന്നത് അതെല്ലാം ശരിയാകും. എനിക്ക് പുതിയൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഓക്കെ ആകും. എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടെന്നും അവൻ പറയുകയാണ്. അടുത്ത ദിവസം നവീനാണെങ്കിൽ എന്നത്തെയും പോലെ ജോലിക്ക് പോയി. നവീനിന്റെ കടയിൽ ഒരു ജുവലറിക്കാരൻ പരസ്യ പോസ്റ്റർ അടിക്കുവാനായും എത്തി. പരസ്യം അടിച്ചു കൊടുത്തത് നവീനായിരുന്നു. നവീന്റെ മനസ്സിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അതനുസരിച്ചല്ലായിരുന്നു അയാൾ ആ പോസ്റ്റർ അടിക്കാനായിട്ട് കൊടുത്തതും. എന്നാലും നവീനാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിനൊത്തു നിന്നു. പരസ്യ പ്രചരണത്തിനായി കുറച്ചുപേരെ ഏർപ്പാടാക്കി കൊടുക്കണമായിരുന്നു. നവീനാണ് അത് ചെയ്തതും. നവീനിന്റെ കൂട്ടുകാരനും അതിലുണ്ടായിരുന്നു. കൂട്ടുകാരനെ ഏർപ്പാടാക്കിയത് നവീനാണല്ലോ. കാരണം ഇനിയും ആ ജുവലറിക്കാരന്റെ ഓർഡർ കിട്ടിയാൽ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ നവീനുണ്ടായിരുന്നു. രാത്രി എന്നില്ല പകലെന്നില്ലാതെ കൂട്ടുകാർ പരസ്യമായി റോഡിൽ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവർക്കും അടുത്തു. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ജ്യൂസ് കുടിക്കാനും കടയിൽ ഓരോന്ന് കഴിക്കുവാനൊക്കെ അവരൊക്കെ കയറുന്നത് നവീൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നവീൻ അവരെ ഒരുപാട് വഴക്ക് പറയുകയും ഒക്കെ ചെയ്യും. ഒരിക്കൽ കമ്പനി തൊപ്പി വെക്കാത്തതിന് ജുവലറിക്കാരൻ കൂട്ടുകാരനെ തല്ലി. സഹിക്കാനാകാത്ത നവീനാണെങ്കിൽ അയാൾക്കിട്ട് ഒന്നു കൊടുത്തു. അതാണെങ്കിൽ അവരുടെ ആ പ്രിന്റിംഗ് പ്രസ് നടത്തുന്ന ഓണറിലെ അയാൾ ചോദ്യം ചെയ്യുകയാണ്. നവീനിന് അവരുടെ സംസാരങ്ങളൊന്നും ഒട്ടും ഇഷ്ടമായതില്ല. അതുകൊണ്ട് തന്നെ ഓണറിനെയും അവൻ തല്ലി. അതോടുകൂടി ജോലിയും നഷ്ടമായി. ആകെ പ്രശ്നം. ജോലിയില്ലാത്ത കാര്യം വീട്ടിലറിയത്തില്ല. കൂട്ടുകാരൻ പറയുന്നത് എന്റെ കയ്യിൽ 3000 രൂപയുണ്ട്. നവീൻ പറയും എന്റെ കയ്യിൽ 1000 രൂപയുമുണ്ട്. ഇത് വെച്ച് നമുക്ക് എങ്ങനെയെങ്കിലും നോക്കാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ വീട്ടിൽ ആരും അറിയാതെ തന്നെ അവൻ വീട്ടിലെ ചിലവുകളൊക്കെ നോക്കും. വെണ്ണിലയോട് കാര്യം പറയുവാനേ വരുന്ന സമയത്തും അവന്റെ മനസ്സ് തന്നെ സമ്മതിച്ചില്ല. വെണ്ണിലയാണെങ്കിൽ UPSC എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു അതും. ജോലി പോയതിന്റെ ടെൻഷനിൽ നിൽക്കുകയാണല്ലോ നവീൻ. എന്നാൽ വീട്ടിലെത്തുമ്പോൾ വീട്ടിലുള്ളവർക്ക് ഓരോ ആവശ്യങ്ങൾ. അമ്മയാണെങ്കിൽ കുറച്ച് ഭക്തി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള സ്ത്രീകളോടൊപ്പം അമ്പലങ്ങളൊക്കെ സന്ദർശിക്കുവാനായി പോകുവാനായിട്ട് അമ്മ കാശ് ചോദിക്കും.
നവീന്റെ കയ്യിൽ എവിടുന്നാ കാശ്? പിന്നെ അച്ഛനാണെങ്കിൽ വീട് പുതുക്കി പണിയണം, അതും നവീനോട് പറയുന്നു. എന്നാൽ വെണ്ണിലയ്ക്കാണെങ്കിൽ UPSC എക്സാമിന് പഠിക്കുന്നത് കൊണ്ട് അവൾക്കൊരു ലാപ്ടോപ്പ് വേണമെന്ന ആവശ്യവും അവനോട് പറയുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ ടെൻഷനിലായിരിക്കുന്ന നവീനാണെങ്കിൽ കൂട്ടുകാരനോട് അക്കാര്യം പറഞ്ഞു. കൂട്ടുകാരൻ അവനെ കൊണ്ട് ഒരു ആപ്പ് വഴി ലോൺ എടുത്തു കൊടുക്കും. 20,000 രൂപ അങ്ങനെ അവന്റെ കയ്യിൽ കിട്ടി. പക്ഷേ കോണ്ടാക്ട് എല്ലാം ആ ഒരു ആപ്പുകാർ എടുത്തിട്ടുണ്ട്. അതിന്റെ ടെൻഷനിലാണ് നവീനും. അങ്ങനെ ആ ഒരു 20,000 രൂപ വെച്ച് വീട്ടിലെ ചെലവുകളൊക്കെ അവൻ എങ്ങനെയെങ്കിലും നോക്കും. പിന്നെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും നവീൻ പലിശയ്ക്കും കാശ് വാങ്ങുവാനായും തുടങ്ങി. അങ്ങനെ വാങ്ങി വാങ്ങി ഒരുപാട് കാശായിരിക്കുന്നു. പക്ഷെ ഈ കാര്യങ്ങളൊന്നും വീട്ടുകാർക്ക് അറിയത്തില്ല. കാശിന് വേണ്ടിയിട്ട് ഒരുപാട് അവൻ കഷ്ടപ്പെടുന്നുണ്ട്. മാത്രമല്ല ജോലിക്ക് വേണ്ടിയിട്ട് അവൻ പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങും. പക്ഷെ അവൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ലൊരു ജോലി പോലും അവന് സെറ്റാകുന്നതുമില്ല. അങ്ങനെ ഇരിക്കെ അച്ഛനും അമ്മയും അവനോടൊരാവശ്യം പറയുന്നു. അവർക്ക് 60 വയസ്സാകാൻ പോവുകയാണ്. അതുകൊണ്ട് 60ാം കല്യാണം നടത്തണമെന്ന ആവശ്യം അവനോട് ആവശ്യപ്പെടുന്നു. അത് കേട്ടതും എങ്ങനെ അത് നടത്തുമെന്ന ചിന്തയിലാണ് നവീൻ. നവീനൊരു ഐഡിയ തോന്നും. എന്തെന്നാൽ നവീനിന്റെ ചേച്ചിയുടെ ഭർത്താവ് നവീനോട് ഇത്രയും ദേഷ്യമൊക്കെ കാണിക്കുന്നതിന് കാരണം എന്തെന്നാൽ അവരുടെ കല്യാണം നല്ല രീതിക്ക് നടത്തി കൊടുത്തില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ആ ദേഷ്യമാണ് നവീനോട് കാണിക്കുന്നതും. എന്നാൽ ഈ ഒരു 60ാം കല്യാണം നടത്തുന്നതിന്റെ ചിലവ് മുഴുവൻ ആ ചേച്ചിയുടെ ഭർത്താവിന്റെ തലയിൽ കൊണ്ടൊന്ന് വെച്ച് കൊടുക്കാമല്ലോ. അതിനൊരു ഐഡിയ ചെയ്യണമെന്നും നവീൻ ചിന്തിക്കുന്നു. എന്തായാലും അയാൾ നടത്തട്ടെ എന്ന് ചിന്തിച്ച് നേരെ ഒരു ജോത്സ്യനെ ചെന്ന് കണ്ടിട്ട് അയാൾക്ക് കുറച്ച് കാശും കൊടുത്തിട്ട് അയാളെ രാജേന്ദ്രന്റെ വീട്ടിലേക്കും പറഞ്ഞു വിടുന്നു. എന്നിട്ട് ആ ഒരു ജോത്സ്യൻ പറയും, ഒരുപാട് രാജേന്ദ്രനെ പുകഴ്ത്തിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയുവാനായി പോകുന്നതും. അച്ഛന്റെയും അമ്മയുടെയും 60ാം കല്യാണം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച വരും. അത് നിങ്ങളുടെ അച്ഛന്റെയും അമ്മയല്ല, ഭാര്യയുടെ അച്ഛന്റെയും അമ്മയുടെയും 60ാം കല്യാണം വേണം നടത്താനെന്നും ജോത്സ്യനെ കൊണ്ട് നവീൻ പറയിച്ചു. അത് കേട്ടതും ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച വന്നാലോ എന്ന് ചിന്തിച്ച രാജേന്ദ്രനാണെങ്കിൽ അമ്മായി അച്ഛന്റെയും അമ്മായിയമ്മയുടെയും 60ാം കല്യാണം നടത്തുവാനായും തീരുമാനിക്കുന്നു. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും നടന്നിരിക്കുകയാണ്. ആ ദിവസം എത്തി. നവീനും അതിൽ പങ്കെടുക്കുവാനായി എത്തുന്നുണ്ട്. നവീനിനെ അന്ന് ചേച്ചിയുടെ കല്യാണം നടത്തിയ സമയത്ത് രാജേന്ദ്രൻ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രതികാരം മനസ്സിലുണ്ടായിരുന്ന നവീനാണെങ്കിൽ ഈ കല്യാണത്തിനും ഒരുപാട് കുറ്റവും കുറവും എല്ലാം കണ്ടെത്തുന്നുണ്ട്. അതൊന്നും രാജേന്ദ്രന് അത്ര ഇഷ്ടമാകുന്നതേയില്ല. എന്നാൽ അതിനിടയിൽ വെച്ച് നവീനിന്റെ ജോലി നഷ്ടമായ കാര്യം രാജേന്ദ്രൻ അറിയുകയാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് രാജേന്ദ്രൻ ആ കാര്യം എല്ലാവരെയും അറിയിക്കുന്നു. നവീനിന് ആകെ നാണക്കേട്. എന്ത് ചെയ്യുമെന്നറിയത്തില്ല. വീട്ടിലെത്തിയ ഉടനെ തന്നെ വെണ്ണില അവനെ ഒരുപാട് വഴക്ക് പറയും. കാരണം ജോലി നഷ്ടമായ കാര്യം വെണ്ണിലയെ അറിയിച്ചിട്ടില്ലല്ലോ. മാത്രമല്ല വെണ്ണിലയ്ക്ക് 8 മാസമായി. ഇനി 1 മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വെണ്ണില പ്രസവിക്കാറുമായി. പിന്നെ കുഞ്ഞിന്റെ ചെലവ് എല്ലാം കൂടി എങ്ങനെ നോക്കാനാ? ഇതെല്ലാം അറിഞ്ഞ അച്ഛൻ അവനോട് ചോദിക്കുന്നത്, നീ എത്ര രൂപ പലിശയ്ക്ക് പൈസ എടുത്തു? അപ്പോൾ അവൻ പറയുന്നത് 20,000. അച്ഛൻ പറയും, 20,000 അല്ലേ ഉള്ളൂ, നമുക്ക് ജോലി ചെയ്ത് അടയ്ക്കാമെന്നും പറയുന്നു. എന്നാൽ അവൻ സത്യം തുറന്നു പറയുകയാണ്. 20,000 അല്ല അച്ഛാ, എല്ലാം കൂടി 1,00,000 പുറത്തുണ്ടെന്നും പറയുന്നു. അച്ഛൻ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. എന്നാൽ അതേ സമയം തന്നെ അവിടെയുള്ള ഒരു ബേക്കറി കടയാണെങ്കിൽ ഒഴിയുന്ന കാര്യമാണെങ്കിൽ അമ്മ അറിയും. ഉടനെ തന്നെ അമ്മയാണെങ്കിൽ അമ്മയുടെ കൈവശം ഉണ്ടായിരുന്ന കാശും എല്ലാം വെച്ചിട്ട് ആ ഒരു ബേക്കറി കട നവീന് വാങ്ങി കൊടുക്കുകയാണ്. അതും സ്വന്തമായിട്ട് വാങ്ങുന്നതല്ല, റെന്റിന് വാങ്ങി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു കട റിനോവേറ്റ് ചെയ്ത് പുതിയൊരു ബേക്കറി കടയാക്കി അവിടെ കച്ചവടവും ആരംഭിച്ചു. ആദ്യമൊന്നും വലിയ കച്ചവടമില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് അവന് നല്ല കച്ചവടം വരുവാനായും തുടങ്ങി. ഒരുപാട് കാശ് അവന് കിട്ടി. അങ്ങനെ പതിയെ പതിയെ കടങ്ങളൊക്കെ തീർന്നു വരവെയാണ് ഒരു പ്രശ്നം അവൻ നേരിടാൻ പോകുന്നത്. എന്തെന്നാൽ അവൻ നടത്തുന്ന ആ ഒരു ബേക്കറി കടയിലെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ടീം ബേക്കറി കട ആരംഭിച്ചു. ആദ്യം പണി നടക്കുന്ന സമയത്ത് അവന്റെ കൂട്ടുകാർ പറഞ്ഞത് അതെന്തോ ഫ്ലാറ്റ് ആണെന്നാ തോന്നുന്നത് എന്നായിരുന്നു. എല്ലാവരും അങ്ങനെ സമാധാനപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു അതൊരു പുതിയ ബേക്കറി കടയാണെന്നും നവീനും കൂട്ടർക്കും മനസ്സിലായത്. ആ ഒരു കട വന്നതോടുകൂടി നവീന്റെ കച്ചവടം കുറഞ്ഞ മട്ടാണ്. നവീന് ആകെ ടെൻഷൻ. എന്തെന്നാൽ റെന്റ് കൊടുക്കണം, പിന്നെ പലിശയ്ക്ക് പൈസ എടുത്തല്ലോ, അതെല്ലാം കുറച്ചായിട്ട് തീർത്തു വരുന്നതല്ലേ ഉള്ളൂ. മാത്രമല്ല ഭാര്യയുടെ പ്രസവമായിരിക്കുന്നു. എന്ത് ചെയ്യുമെന്ന ടെൻഷനായിരുന്നു നവീന്. അങ്ങനെ ഇരിക്കെ രാജേന്ദ്രന് പ്രൊമോഷൻ കിട്ടി. രാജേന്ദ്രൻ ചൈനയിലേക്കാണ് ഇനി പോകുവാനായി പോകുന്നതും. അതുകൊണ്ട് തന്നെ രാജേന്ദ്രനാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ആളാവുകയാണ്. ചൈനയിൽ എങ്ങനെ പെരുമാറണം, എന്തൊക്കെ ആഹാരം കഴിക്കണം, അവിടെ പോയാൽ ജീവിതം ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ ഒരു പട്ടിഷോ ഇറക്കൽ തന്നെയായിരുന്നു. രാജേന്ദ്രന്റെ ആ ഒരു പെരുമാറ്റമൊന്നും ആർക്കും സഹിക്കാനായും പറ്റുന്നില്ല. അതിന്റെ ഒരു ആളാവലും അയാൾക്കുണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു വശത്ത് നവീന്റെ കടയ്ക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ മറ്റൊരു ബേക്കറി കട ആരംഭിച്ചല്ലോ. അത് കാരണം നവീന്റെ കച്ചവടം കുറഞ്ഞു
കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ റെന്റിനടുത്ത് നടത്തിയിരുന്ന ആ ഒരു ബേക്കറി കട അവസാനിപ്പിക്കുവാനായും അവൻ തീരുമാനിച്ചു. ആ ഒരു കട അവൻ ക്ലോസ് ചെയ്യുകയാണ്. അതോടുകൂടി ആകെ ഉണ്ടായിരുന്ന വരുമാന മാർഗവും തീർന്നിരിക്കുകയാണ്. ഒരുപാട് കടവുമുണ്ട്. ഫുഡ് കഴിക്കുവാനായി വന്നിരുന്ന നവീനിന്റെ അടുത്ത് അമ്മ ചോദിക്കുന്നത്, ഇത്രയും കടമൊക്കെ വരുത്തി വെച്ചിട്ട് നിനക്ക് സമാധാനത്തോടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ എങ്ങനെ തോന്നുന്നു എന്ന് ചോദിക്കുന്നു. അത് കേട്ട് നവീൻ വരെ ഞെട്ടിപ്പോയി. കാരണം വീട്ടിലുള്ള ബഹുമാനം പോലും അവന് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. നവീനിന്റെ അച്ഛനാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് നടത്തുന്നത്. ആ ഒരു ബിസിനസ് ഇടയ്ക്ക് നവീൻ ഏറ്റെടുത്ത് നടത്തിയിരുന്നു. നവീനിന്റെയൊക്കെ നാട്ടില് ഒരു IT കമ്പനി ആരംഭിക്കുവാനായി പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് വസ്തു നോക്കുവാൻ കുറച്ചു പേർ വരും. അവരെ സഹായിക്കുവാനായിട്ട് നവീനും തീരുമാനിച്ചു. പകരം 3 ലക്ഷം രൂപ കമ്മീഷൻ കൊടുക്കാമെന്ന് അവർ പറഞ്ഞിരുന്നു. ആ ഒരു ബലത്തിലാണ് നവീൻ അവരെ സഹായിക്കുന്നതും. അങ്ങനെ അവർ ആഗ്രഹിച്ചതുപോലെ അവർക്കൊരു വസ്തു സെറ്റായി. പക്ഷേ അവർ വാക്ക് പാലിച്ചില്ല. 3 ലക്ഷത്തിന് പകരം 1 ലക്ഷം രൂപയാണ് നവീന് കൊടുത്തത്. എന്നാൽ നവീൻ പറയുന്നത്, എനിക്ക് സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 3 ലക്ഷം രൂപ പറഞ്ഞിട്ട് എനിക്ക് 1 ലക്ഷം രൂപ തന്നത് പിച്ചക്കാശായിട്ടല്ലേ, എനിക്ക് നിങ്ങളുടെ പിച്ചക്കാശ് വേണ്ട എന്ന് പറഞ്ഞ് ആ കാശ് അവിടെ ഇട്ടുകൊടുത്തിട്ടാണ് നവീൻ തിരികെ വന്നതും. ആ ഒരു കാര്യം നവീന്റെ അമ്മ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കിട്ടിയ കാശ് പോലും വേണ്ട എന്ന് വെച്ചിട്ട് തിരികെ വന്നതിന് നവീന്റെ അച്ഛനും അമ്മയും ഒരുപാട് വഴക്ക് പറഞ്ഞത്. ഇത്രയും കടവും വാങ്ങി വെച്ചിട്ട് കിട്ടിയ കാശ് പോലും നീ കളഞ്ഞിട്ടാണല്ലോ വന്നത്. ആ 1 ലക്ഷം രൂപയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കടമെങ്കിലും തീർക്കാമായിരുന്നല്ലോ. ഇങ്ങനെയുള്ള നീ എങ്ങനെ രക്ഷപ്പെടാനാ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അവനെ ഒരുപാട് വഴക്കം പറഞ്ഞിരുന്നു. എന്നാൽ മറ്റൊരു വശത്ത് രാജേന്ദ്രന് ചൈനയിലേക്കുള്ള യാത്ര റെഡിയായെന്ന് പറഞ്ഞില്ലേ. പക്ഷെ അവിടെ ചെറിയൊരു പ്രശ്നം എന്തെന്നാൽ യാത്ര കുറച്ചു നാളത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ് കമ്പനിക്കാർ. എന്താണെന്ന് രാജേന്ദ്രൻ അറിയത്തുമില്ല. രാജേന്ദ്രൻ എല്ലായിടത്തും പൊങ്ങച്ചവും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ദേ ഇപ്പോൾ പണി കിട്ടിയ അവസ്ഥയാണ്. രാജേന്ദ്രൻ അത് പുറത്ത് കാണിക്കുന്നതേയില്ല. എന്നാൽ മറ്റൊരു വശത്ത് നവീനെ അച്ഛനും അമ്മയും വഴക്ക് പറയുന്നതൊന്നും വെണ്ണിലയ്ക്ക് സഹിക്കുന്നില്ല. വെണ്ണില നവീനെ ഒരുപാട് വഴക്ക് പറയും. ഇത്രയും ഇവരൊക്കെ വഴക്ക് പറയുന്നത് കേട്ടിട്ടും നീ എന്തിനാ ഇങ്ങനെ ജോലിയൊന്നും ട്രൈ ചെയ്യാതെ ഇരിക്കുന്നത് എന്നൊക്കെ അവനോട് ചോദിക്കുന്നു. അങ്ങനെ നവീനാണെങ്കിൽ കണ്ണിൽ കാണുന്ന പല ജോലികളും ചെയ്യുവാനായി തുടങ്ങി. ചെറുതെന്നില്ല വലുതെന്നില്ല എല്ലാം ചെയ്യുന്നു. ഹാർഡ് വർക്ക് ചെയ്യുകയാണ് അവൻ. അവന്റെ കയ്യിൽ കിട്ടുന്ന കാശ് കൊണ്ട് കുറച്ചു കടങ്ങളൊക്കെ തീർത്തു വരികയാണ്. എന്നാൽ അതിലൊന്നും അവന് പിടിച്ചു നിൽക്കുവാനായും പറ്റുന്നതുമില്ല. ചെറിയ ചെറിയ ജോലികൾ കൊണ്ട് വലിയ വലിയ കടങ്ങൾ എങ്ങനെ തീർക്കുവാനാ? എന്നാൽ മറ്റൊരു വശത്ത് രാജേന്ദ്രന് ചൈനയിൽ പോകുവാനായിട്ടുള്ള ആ ഒരു ഓഫർ കിട്ടിയിരുന്നല്ലോ, അത് മറ്റൊരാൾക്ക് കൊടുത്തിരിക്കുകയാണ്. അക്കാര്യം രാജേന്ദ്രൻ അറിയും. രാജേന്ദ്രന് വല്ലാതെ ദേഷ്യമാണ്. കാരണം കമ്പനിക്കാർ അവനെ ചതിച്ചിരിക്കുകയാണല്ലോ. നവീനാണെങ്കിൽ ആ ഒരു ചെറിയ ജോലി കൊണ്ട് ഒന്നും ചെയ്യാനായും പറ്റുന്നില്ല. ആ കാര്യമാണെങ്കിൽ അവൻ സങ്കടത്തോടെ വെണ്ണിലയോട് പറയുന്നു. വെണ്ണിലയാണെങ്കിൽ അവൻ പണ്ട് നിന്ന ആ ഒരു പ്രിന്റിംഗ് പ്രസ്സിലെ അവിടുത്തെ ഓണറിനെ വിളിച്ചിട്ട്, എന്റെ ഭർത്താവിന് ജോലിയൊന്നും ശരിയാകുന്നില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും പഴയ ആ ഒരു ജോലി നൽകണമെന്നും അവൾ ആവശ്യപ്പെട്ടു. അവളുടെ സങ്കടമൊക്കെ കേട്ട് ആ ഒരു ഓണറാണെങ്കിൽ അവന് വീണ്ടും ജോലി കൊടുക്കുവാനായും തയ്യാറായി. അക്കാര്യം വെണ്ണില നവീനോട് പറയുന്ന സമയത്ത് നവീൻ വെണ്ണിലയെ ഒരുപാട് വഴക്ക് പറയും. നീ എന്തിനാ അയാളുടെ കാല് പിടിച്ചത്? എനിക്ക് സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതുകൊണ്ട് ഞാൻ ആരുടെയും കീഴിൽ അങ്ങനെ പോയി ജോലി ചെയ്യില്ല എന്ന് പറയുമ്പോൾ അവൾ ഒരുപാട് വഴക്ക് പറയും. നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഇത്രയും പറയുന്നല്ലോ, ആ സമയത്ത് എവിടെ പോയി നീ ഈ പറയുന്ന സെൽഫ് റെസ്പെക്ട്? എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് കടം വീട്ടുവാനേ നോക്കുന്നു വെണ്ണില പറയുന്നു. കാരണം വെണ്ണില പ്രസവിക്കാറായും ഇരിക്കുകയാണ്. ഇനി ആ ഒരു ചിലവും കൂടി ഉണ്ടല്ലോ. അങ്ങനെ നവീൻ തന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് പഴയ ഓണറിന്റെ അടുത്തേക്ക് ജോലിക്ക് പോവുകയാണ്. അവിടെ വെച്ച് അവൻ ഒരുപാട് നാണക്കേടുകളൊക്കെ നേരിടേണ്ടി വരും. പക്ഷെ അതൊന്നും അവൻ ശ്രദ്ധിക്കത്തുമില്ല. അവൻ ഒരുപാട് വർക്കൊക്കെ കിട്ടി. അങ്ങനെ അവൻ സ്വന്തമായിട്ട് വർക്കൊക്കെ എടുത്ത് അവന്റെ കയ്യിൽ കുറച്ച് കാശ് വരുവാനായും തുടങ്ങി. പതിയെ പതിയെ കടങ്ങളെല്ലാം നികന്നു വന്നു. അവനും സന്തോഷമായി, വീട്ടുകാർക്കും സമാധാനമായി. വീടവൻ അവന്റെ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ പുതുക്കി പണിയുകയും ഒക്കെ ചെയ്തു. അത്യാവശ്യം അവർക്ക് ജീവിച്ചു പോകുവാനുള്ള കാശൊക്കെ അവന്റെ കയ്യിൽ വന്നു തുടങ്ങി. അതേ സമയമായിരുന്നു രാജേന്ദ്രന്റെ ജോലി പോയില്ലേ. ജോലി പോയതല്ല, ആ ചൈനയിലേക്ക് പോകുവാനുള്ള ആ ഒരു ഓഫർ നഷ്ടമായി. ആ ഒരു ഇതോടുകൂടി രാജേന്ദ്രന്റെ അഹങ്കാരവും കുറഞ്ഞു. രാജേന്ദ്രനാണെങ്കിൽ നവീനെയും വീട്ടുകാരെയും കാണുവാനായും എത്തി. അങ്ങനെ രാജേന്ദ്രനാണെങ്കിൽ നവീനെയും കുടുംബത്തെയും കാണുവാനായും എത്തി. നവീനും കുടുംബവും ഇപ്പോൾ നല്ല നിലയിലാണല്ലോ ജീവിക്കുന്നതും. എന്നിട്ട് അവരോട് നല്ല രീതിയിലൊക്കെ സംസാരിക്കുവാൻ ശ്രമിക്കുമ്പോഴും നവീനാണെങ്കിൽ രാജേന്ദ്രനെ വലുതായിട്ട് മൈൻഡ് ചെയ്തേയില്ല. എങ്ങനെയാണോ രാജേന്ദ്രൻ പെരുമാറിയത് അതുപോലെ തന്നെയാണ് നവീനും പെരുമാറുന്നത്. എന്നിട്ട് നവീനാണെങ്കിൽ രാജേന്ദ്രനോട് പറയുന്നത്, ഞാൻ കാശില്ലാതിരുന്ന സമയത്താണ് എങ്ങനെയാണ് നാട്ടുകാരെല്ലാവരും, അത് എന്റെ ബന്ധുക്കളായാലും എന്റെ അച്ഛനായാലും അമ്മയായാലും എന്റെ ഭാര്യയായാലും എന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. കാശുണ്ടെങ്കിലേ നമുക്ക് ചുറ്റും എല്ലാവരും ഉള്ളൂ.
കാശില്ലെങ്കിൽ നമ്മളെ ആർക്കും ഒരു വിലയുമില്ല. അതെനിക്ക് മനസ്സിലായി. എനിക്ക് കാശില്ലാതിരുന്നപ്പോഴാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത്. എന്റെ ചിന്തയെല്ലാം ഇനി എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണമെന്നാണ്. ഞാൻ ആ ഒരു വഴിക്കാണ് സഞ്ചരിക്കുന്നതെന്നും രാജേന്ദ്രനോട് പറയുന്നു. അത് കേട്ട് രാജേന്ദ്രൻ പറയുന്നത്, ഞാനും നിന്നെപ്പോലെ തന്നെയായിരുന്നു. കാശുള്ള വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചതും. പക്ഷേ നിന്റെ മനസ്സൊരിക്കലും മാറിപ്പോകരുത്. നേരായ വഴിയിൽ കൂടെ വേണം നീ സഞ്ചരിക്കാനെന്ന ഒരു അഡ്വൈസും രാജേന്ദ്രൻ കൊടുക്കുകയാണ്. പക്ഷേ രാജേന്ദ്രനോട് ചെറിയ ദേഷ്യമെല്ലാം ഈ നവീനുണ്ടല്ലോ. നവീനിന്റെ മനസ്സിൽ എങ്ങനെയും കാശുണ്ടാക്കണം, കുഞ്ഞിനെ നന്നായി വളർത്തണം. ഒരിക്കലും ആ കുഞ്ഞ് കഷ്ടപ്പാട് അനുഭവിക്കരുത്. അവൻ വളർന്നതുപോലെ ഒരിക്കലും കുഞ്ഞ് എന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചോദ്യങ്ങൾ പോലും ചോദിക്കരുത്. ആ ഒരു അവസരം ഞാൻ ഉണ്ടാക്കരുത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് സമ്പാദിക്കണമെന്നും അവൻ തീരുമാനിച്ച് ഫോറിൻ കൺട്രിയിലേക്ക് പോകുവാനായിട്ടും നവീൻ തീരുമാനിക്കുന്നു. ആ സമയത്തായിരുന്നു പെട്ടെന്ന് തന്നെ വെണ്ണിലേക്ക് പ്രസവ വേദന വന്നതും. അവൾ പ്രസവിച്ചു. ഒരു പെൺകുഞ്ഞിനാണ് അവൾ ജന്മം നൽകിയതും. കുഞ്ഞിനെ കണ്ടതും നവീനിന്റെ മനസ്സേ മാറിപ്പോയി. ഫോറിൻ കൺട്രിയിലേക്ക് പോകണമെന്നുള്ള ആ ഒരു ആഗ്രഹവും അവന്റെ മനസ്സിൽ നിന്ന് പോവുകയാണ്. അതേസമയം തന്നെ രാജേന്ദ്രനാണെങ്കിൽ നവീനെ കാണുവാനേയും എത്തി. ഞാൻ തോറ്റുപോയി, നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ തോറ്റുപോയി. ഞാൻ ആദ്യം കരുതിയിരുന്നത് പണമാണ് എല്ലാമെന്നാണ്. പക്ഷെ അല്ല. അതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നവീൻ. എന്നിട്ട് രാജേന്ദ്രൻ പറയും, ഓൾറെഡി ജയിച്ചവരെല്ലാം തോൽവിയുടെ കയ്പുനീർ അനുഭവിച്ചിട്ടാണ് വിജയത്തിലേക്ക് എത്തിയത്. തോൽവി എന്തെന്നറിയാതെ വിജയിച്ചവരാരുമില്ല. പക്ഷെ എന്റെ കണ്ണിൽ നീയാണടാ യഥാർത്ഥത്തിൽ വിജയിച്ചിരിക്കുന്നത്. നീയാണ് യഥാർത്ഥ കുടുംബസ്ഥൻ. നീയാണ് ജയിച്ചവൻ എന്ന് അവനെ ഒരുപാട് പുകഴ്ത്തി പറയുന്നു. അത് കേൾക്കുന്ന നവീന് ഒരുപാട് സന്തോഷമായി. അങ്ങനെ നവീനും ഭാര്യയും കുഞ്ഞും അച്ഛനും അമ്മയും എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നെന്ന് കാണിച്ച് നവീനിനെ ദ റിയൽ ഹീറോ എന്ന ടൈറ്റിലും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.